ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له حسنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا بالإسلام خير أمة أخرجت للناس نأمرون بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن أسوتنا وإمامنا وقاعدنا ومعلمنا وحبيبنا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. എത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരന്മാരെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ എല്ലാ വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പരിശുദ്ധമായ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ ഒരുപാട് യുദ്ധങ്ങൾ നിരൂപണം ചെയ്തിട്ടുണ്ട്. പല യുദ്ധങ്ങളും നമ്മൾ പല സന്ദർഭങ്ങളിലായി ഓർമ്മിക്കുകയും അതിന്റെ പോരിശ പറയുകയും എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അത്രത്തോളം നിരൂപണം ചെയ്യാത്ത, അധികം കേൾക്കാത്ത ഒരു നിരൂപണം പരിശുദ്ധ ഖുർആൻ ഒരു യുദ്ധത്തെ കുറിച്ച് നടത്തുന്നുണ്ട്. ഹുനൈൻ സംഭവമാണത്. പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നിരൂപണ വിധേയമാക്കിയ ഒരു സംഭവം. ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സംഭവം. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പങ്കെടുത്ത ഒരു യുദ്ധമാണ് ഹുനൈൻ യുദ്ധം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കിയതിനു ശേഷം, മക്കൻ ഫതഹ് നടന്നതിന് ശേഷം മദീനയുടെ അതിർത്തിയിൽ താമസിച്ചിരുന്ന രണ്ട് ചെറിയ ഗോത്രങ്ങളാണ് ഹവാസിൻ, സഖീഫ് ഗോത്രങ്ങൾ.
ഈ രണ്ട് ഗോത്രങ്ങള് അവര് ഭരണകൂടത്തിനെതിരെ നടത്തിയിരുന്ന ശല്യങ്ങൾ, അവരുണ്ടാക്കിയ പ്രശ്നങ്ങള് സഹിക്കാൻ കഴിയാതെ ആയപ്പോഴാണ് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നേരിടാൻ വേണ്ടി ഒരു സൈന്യവുമായി പുറപ്പെടുന്നത്. 12,000-ഓളം സ്വഹാബിമാരാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും ആളുകൾ യുദ്ധത്തിന് വരുന്നത് തടഞ്ഞിരുന്നു. നിങ്ങൾ യുദ്ധത്തിന് വരണ്ട എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിലക്കിയിരുന്നു. പക്ഷെ പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അവരാ യുദ്ധത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. പക്ഷേ ഹുനൈനിൽ എത്തിയപ്പോൾ മുസ്ലിം സൈന്യം നേരിട്ടത് വളരെ വിചിത്രമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു. ആ രണ്ട് ചെറിയ ഗോത്രങ്ങള് മുസ്ലിം സൈന്യത്തെ എതിർത്തപ്പോൾ മുസ്ലിം സൈന്യം ചിന്നിച്ചെതറി ഓടി. പ്രമുഖ സഹാബിമാരടക്കം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി എന്നാണ് ചരിത്രം പറയുന്നത്. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നുള്ളൊരു വ്യാജ വാർത്തയും അവിടെ പ്രചരിച്ചു. അത് ഒന്നുകൂടി ഈ മുസ്ലിം സൈന്യത്തിന്റെ ശക്തി ക്ഷയിപ്പിച്ചു. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അന നബിയ്യുൻ ലാ കദിബ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ കള്ളനല്ല. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മുസ്ലിം സൈന്യത്തെ തിരിച്ചു വിളിച്ച് ആ യുദ്ധത്തില് മുസ്ലിം സൈന്യം വിജയിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അതിനെ നിരൂപണം ചെയ്തത്, ഇത് അഅജബ്തുകും കസറതുകും ഫലം തുഅനി അൻകും ഷൈഅ, നിങ്ങളിങ്ങനെ കുറെ വലിപ്പം കാണിച്ച് അല്ലെങ്കിൽ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും, പക്ഷെ അത് നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്തിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നിരൂപണം ചെയ്തത്. ഈ യുദ്ധം കഴിഞ്ഞ് മടങ്ങവേ സ്വഹാബികൾക്ക് സംഭവിച്ച ആ തെറ്റ് അള്ളാന്റെ റസൂല് തിരുത്തി കൊടുക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടൊരു രീതിയിലാണ് റസൂല് അവരിൽ നിന്ന് മുമ്പ് സംഭവിച്ച തെറ്റിനെ തിരുത്തുന്നത്. അള്ളാന്റെ റസൂല് യുദ്ധം കഴിഞ്ഞ് മടങ്ങവേ സഹാബിമാരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാന്റെ റസൂല് ഒരു നല്ലൊരു ഗ്രൗണ്ട് കാണിച്ചു കൊടുത്തു. വളരെ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. അള്ളാന്റെ റസൂല് വിചിത്രമായിട്ടുള്ള ഒരു ആവശ്യം അവരോട് പറഞ്ഞു, അല്ല, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് വേസ്റ്റ് ശേഖരിച്ചു തരാൻ വേണ്ടി അള്ളാന്റെ റസൂല് പറഞ്ഞു. സഹാബിമാര് പരസ്പരം മുഖത്തോട് നോക്കി, എന്താണ് ഈ റസൂല് പറയണത്, എന്താണ് റസൂല് ആവശ്യപ്പെടുന്നത്, എന്താണെന്ന് മനസ്സിലാവണില്ല. അള്ളാന്റെ റസൂല് വീണ്ടും അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന എന്തെങ്കിലും വേസ്റ്റ് ശേഖരിക്കുമെന്ന് പറഞ്ഞു. സഹാബിമാര് വീണ്ടും ചോദിച്ചു, ഞങ്ങളെങ്ങനെ ഈ വേസ്റ്റ് ശേഖരിക്കുക, ഈ ഭൂമി വളരെ നീറ്റല്ലേ, ഗ്രൗണ്ട് വളരെ ക്ലിയർ അല്ലേ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ആവർത്തിച്ചു, നിങ്ങൾക്ക് എല്ലിന്റെയോ പല്ലിന്റെയോ കഷ്ണമായിട്ട് എന്താണോ വേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ വീണ്ടും പറക്ക് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അപ്പൊ സഹാബിമാർക്ക് വീണ്ടും ചോദിക്കണം എന്നുണ്ടായിരുന്നു, ഇത് എന്തിനാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കൊണ്ട് അവർ പിന്നീട് ചോദ്യത്തിന് മുതിർന്നില്ല. അങ്ങനെ സഹാബിമാര് ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവരുടെ വേസ്റ്റുകൾ ശേഖരിക്കാൻ വേണ്ടി തുടങ്ങി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നത്, ഞങ്ങള് വേസ്റ്റ് ശേഖരിക്കാൻ വേണ്ടി തുടങ്ങി 1 മണിക്കൂർ തികഞ്ഞില്ല. വളരെ വൃത്തിയുണ്ട്, വളരെ നീറ്റാണെന്ന് വിചാരിച്ച ആ ഗ്രൗണ്ടിൽ നിന്ന് ഒരു കുന്നോളം വേസ്റ്റ് ഞങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ആ 1 മണിക്കൂർ ആയപ്പോഴത്തേന് ഈ സഹാബത്തിനെ തിരിച്ചു വിളിച്ചു. റസൂല് സഹാബത്തിനോട് പറഞ്ഞു, ഹാക്കദ അൻതും, ഇങ്ങനെയാണ് നിങ്ങൾ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് വിചാരിക്കുന്നത്. ആ ഗ്രൗണ്ട് പോലെ വളരെ നീറ്റാണ്, ശുദ്ധമാണ് എന്നാണ്. നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതുപോലെ അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വർത്തമാനം, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യുഹ്സിനൂന അന്നഹും സുൻഅ. അവര് വിചാരിക്കുകയാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ നല്ല കർമ്മങ്ങളാണ്, ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ വാരി കൂട്ടുന്നുണ്ട്, ഞങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്ന് മനുഷ്യന്മാരിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളെ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് മുഅ്മിൻ അല്ലെങ്കിൽ വിശ്വാസി എന്നാണ്. നമ്മുടെ ജീവിതം വളരെ നീറ്റാണ്. എന്നെ പുറമേ നിന്ന് കാണുമ്പോൾ എൻ്റെ ശരീരം വളരെ വൃത്തിയുള്ളതാണ്. എൻ്റെ ഡ്രസ്സ് അതൊരു അഴുക്കുമില്ലാതെ വളരെ ശുദ്ധമായിട്ടാണ് ഞാൻ എൻ്റെ വസ്ത്രം ധരിക്കുന്നത്. എൻ്റെ ആരാധനാ കർമ്മങ്ങൾ വളരെ നീറ്റായിരിക്കും. ഞാൻ നമസ്കരിക്കുന്നുണ്ടാകും, 5 നേരം നോമ്പെടുക്കുന്നുണ്ടാകും, സകാത്ത് കൊടുക്കുന്നുണ്ടാകും, ഹജ്ജ് ചെയ്യുന്നുണ്ടാകും, മറ്റു ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാകും. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവഗണിക്കുന്ന കുറെ മേഖലകളുണ്ട്. അതൊന്ന് പറക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സ്വഹാബിമാരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്, ഈ ഗ്രൗണ്ട് വളരെ നീറ്റാണ് എന്ന്. പക്ഷെ അവിടേക്ക് ഇറങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവിടെ എന്തൊക്കെയോ അഴുക്കുകൾ വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, എൻ്റെ ഇടപാടുകൾ, ഞാനൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാനും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ബന്ധങ്ങൾ, എൻ്റെ നോട്ടം, എൻ്റെ കേൾവി, എൻ്റെ സംസാരം, ഈ മേഖലയിലൊക്കെ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് അതിനെ പറക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലൊക്കെ ഒരു ദൗർബല്യം ഉണ്ടാകും, ഏതെങ്കിലൊക്കെ തരത്തിലൊരു കുറവുകൾ ഉണ്ടാകും. പക്ഷെ മനുഷ്യന്മാര് ചില തെറ്റുകള് അതിങ്ങനെ ആവർത്തിച്ച് ചെയ്ത് അത് തെറ്റല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ നിസാരമാണെന്ന് വിചാരിക്കുന്ന ചില തെറ്റുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ സഹാബത്തിന്റെ അടുത്ത്? ഇങ്ങനെ നിങ്ങൾ നിസാരമാണെന്ന് വിചാരിച്ച് അവഗണിച്ച് തള്ളുന്ന ഈ അഴുക്കുകൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടും. അത് മതി നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കാൻ, എത്തിക്കാനെന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മളൊന്ന് നമ്മുടെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കാം, ഇതുപോലെ എപ്പോഴെങ്കിലും ഇരുന്നിട്ട് എൻ്റെ അഴുക്കുകളെ കളക്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന ഈ തെറ്റുകളെ എപ്പോഴെങ്കിലും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, ഇന്നൽ മുഅ്മിനൂന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിഹി യഖാഫു അൻ യഖഉ അലൈഹി. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് നിസാരമായ തെറ്റും, ഒരു ചെറിയ തെറ്റ് അവന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ആ തെറ്റിനെ കാണുന്നത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ മലയുടെ അടിയിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ബേജാറുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടാകുന്ന ഭയമുണ്ടല്ലോ, അതുപോലെയാണ് ഒരു നിസാരമായ തെറ്റിനെ കുറിച്ച് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകുക. ആ ഭയപ്പാടോടുകൂടിയാണ് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസി ആ തെറ്റിനെ കാണുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വഇന്നൽ ഫാജിറ, പക്ഷെ ഒരു അക്രമി അല്ലെങ്കിൽ ഒരു നിഷേധി അവൻ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു തെറ്റിനെ കാണുന്നത് അവന്റെ മൂക്കിൽ ഒരു ഈച്ച വന്നിരുന്നു കഴിഞ്ഞാല് ആ ഈച്ചയെ നമ്മൾ തട്ടിമാറ്റുന്ന ലാഘവമില്ലേ, അതേ ലാഘവത്തോടു കൂടിയായിരിക്കുള്ളൂ അവൻ ഒരു തെറ്റിനെ കാണുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ വരുന്ന ആ ഒരു ചെറിയ പിഴവ് അവനിങ്ങനെ മനസ്സുകൊണ്ട് സംഭവിച്ചു പോയി, റബ്ബേ നടന്നു പോയല്ലോ എന്ന് സഹാബത്തിനോ അല്ലെങ്കിൽ അല്ലാഹുവോട് ഏറ്റുപറയും വിശ്വാസികൾ. പക്ഷേ അക്രമിയായ ഒരുത്തൻ അവൻ ചെയ്യുന്ന തെറ്റിനെ തെറ്റല്ലാതെ അതിനെ തെറ്റായി പോലും പരിഗണിക്കുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാല്, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്കും കിട്ടും അതുപോലെ കുന്നോളം അഴുക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയത്. മറവി നമുക്കൊരു അനുഗ്രഹമാണ് അല്ലെ? ഇന്ന് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റിട്ട് ഇന്ന് ജുമാക്ക് ഈ പള്ളിയിൽ വരുന്നത് വരെ ഞാൻ എന്തെല്ലാം ചെയ്തു എന്ന് ചോദിച്ചാല് നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 99% നമുക്ക് ഓർമ്മയുണ്ടാവും. ഇന്നലെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല് അത്ര ഓർമ്മ ഉണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എത്ര ശതമാനം ഓർമ്മ ഉണ്ടാവും? കഴിഞ്ഞ മാസം ഞാൻ ഈ സമയത്ത് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാല് നമുക്ക് എത്രത്തോളം ഓർമ്മയുണ്ട്? കഴിഞ്ഞ വർഷം ഞാൻ എന്തെല്ലാം ചെയ്തു എന്നത് നമുക്ക് എത്ര കൃത്യമായിട്ട് പറയാൻ സാധിക്കും? നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നമ്മൾ നിസാരമാണെന്ന് വിചാരിച്ച് പലതും മറന്നു കളഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വർത്തമാനം ലാ യദില്ലു റബ്ബി വലാ യൻസ. ഞാനൊന്നും മറന്നിട്ടില്ല, അള്ളൊന്നും മറന്നിട്ടില്ല, ഞാനൊന്നും മറന്നിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുകയാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം. നിനക്ക് ഉറക്കവും മറവിയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും ബാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ മറന്നു കളഞ്ഞ, നമ്മൾ അവഗണിച്ചു കളഞ്ഞ ഈ കറകൾ, ഈ പാപങ്ങൾ അതെങ്ങനെ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കും? ഈ അഴുക്കുകളെ നമുക്ക് എങ്ങനെ കഴുകി വൃത്തിയാക്കാൻ സാധിക്കും? നമ്മളിങ്ങനെ അവഗണിച്ച് നൽകുന്ന അല്ലെങ്കിൽ തള്ളുന്ന ഈ കറകൾ ഉണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖല്ലബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് റാന് ബാധിക്കുമെന്നാണ്. അതിങ്ങനെ കറുത്ത് ടാറ് പോലെയാകും അവരുടെ ഹൃദയങ്ങൾ. ഈ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ വസ്ത്രത്തിലേക്കൊന്നുമല്ല. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അല്ലാഹു നോക്കുന്ന ആ ഇടം അതൊരു വൈറ്റ് പേപ്പർ പോലെ, അത് വളരെ ക്ലിയർ ആണോ? അത് ശുദ്ധമാണോ? അതല്ല ഇതുപോലെ ചെറിയ ചെറിയ തെറ്റുകൾ അടിഞ്ഞുകൂടി എന്റെ ഹൃദയം കറുത്തു പോയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കണം. എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി സാധിക്കുക? എങ്ങനെയാണ് സാധിക്കുക? നമുക്ക് ഒരുപാട് അവസരങ്ങൾ റബ്ബ് ഇങ്ങനെ നൽകുന്നുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കാൻ ഒരുപാട് ചാൻസുകൾ റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് തരുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ ആ അവസരങ്ങളെല്ലാം അവഗണിക്കുകയാണ്. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങള് നല്ല പൂവ് വാസനിക്കാറില്ലേ? ആ പൂവ് വാസനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? ആ പൂവിന്റെ വാസന, അതിന്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകാറുണ്ടോ? സ്വഹാബിമാര് പറഞ്ഞു ഇല്ല. അല്ലാഹു റസൂൽ പറഞ്ഞു ഇതുപോലെയാണ് ഒരു വിശ്വാസിയുടെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കുക എന്ന്. ഒരു പൂവിൽ നിന്ന് അതിന്റെ വാസന നമുക്ക് അനുഭവിക്കുന്നത് എത്ര മനോഹരമായിട്ടാണോ, എത്ര പ്രയാസമില്ലാതെയാണോ, അത്രയും മനോഹരവും പ്രയാസരഹിതവുമായിട്ടാണ് ഒരു വിശ്വാസിയുടെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കുക എന്ന്. അല്ലാഹു റസൂൽ പറഞ്ഞു നിങ്ങൾ ഈ നനഞ്ഞ പഞ്ഞി അതിങ്ങനെ മുള്ളിൽ ഇങ്ങനെ കുടുങ്ങിയാൽ അതെങ്ങനെയായിരിക്കും? സ്വാമിമാര് പറഞ്ഞത് ഇങ്ങനെ വലിച്ചാൽ കിട്ടൂല, അത് അതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കുടുങ്ങും. ഇതുപോലെയായിരിക്കും ഒരു അക്രമിയുടെ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയുടെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കുക. അവന്റെ വാരിയലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഞെരുങ്ങും. അവിടെ നിന്നും മലക്കുൽ മൗത്ത് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമെന്നാണ് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ മനുഷ്യന്മാര് പറയുന്ന ഒരു വർത്തമാനം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബിനോട് നമ്മൾ ചോദിക്കും, ആ നിമിഷം ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നിട്ടും
അത് പാഴാക്കിയ മനുഷ്യന്മാര് റബ്ബിനോട് ചോദിക്കുന്ന ഒരു വർത്തമാനം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബേ കുറച്ച് സമയം നീ എനിക്കൊന്ന് നീട്ടിത്തരോ, എനിക്കൊന്ന് നന്നാവാൻ, എന്റെ ഈ ഹൃദയത്തെ ഒന്ന് എനിക്ക് പ്യൂരിഫൈ ചെയ്യാൻ നീ എനിക്ക് കുറച്ച് സമയം തരോ റബ്ബേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു വർത്തമാനം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു പറയുന്ന വർത്താനം എന്നറിയോ? നിന്റെ അജലെത്തിക്കഴിഞ്ഞാല്, നിന്റെ ആ സമയം എത്തിക്കഴിഞ്ഞാല് നീ അതിൽ നിന്ന് ഒരു തരി മുന്നോട്ടോ പിന്നോട്ടോ പോവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ മനുഷ്യന്മാരുടെ അവസ്ഥ പറയാണ്. അപ്പൊ മനുഷ്യന്മാർ പറയും ഒരു ചാൻസ് എന്നാൽ ഞാൻ നന്നായിക്കോളാം, ഒരു ചാൻസ് എന്നാൽ ഞാൻ നന്നായിക്കോളാം റബ്ബേ എന്ന് പറയും. അള്ളാഹ് പറയും നിന്റെ ചാൻസ് കഴിഞ്ഞു എന്ന്. ഇനി രണ്ടാമതൊരു നിലവിളിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സീൻ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഹും യസ്തരിഖൂൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം. അവനിങ്ങനെ വാവിട്ട് നിലവിളിക്കും. നമ്മളിങ്ങനെ ഗസ്സയിലൊക്കെ കുട്ടികളിങ്ങനെ കരയുന്ന ഒരു കരച്ചിൽ കണ്ടിട്ടുണ്ടോ? എങ്ങോട്ട് ഓടണമെന്നറിയാതെ നിലവിളിക്കുന്ന ഒരു പിക്ചർ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലും ഫോണിലൊക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അതുപോലെ ഞാനാണോ വാവിട്ട് നിലവിളിച്ച് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് ഓടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. വഹും യസ്തരിഖൂൻ, പ്രയോഗം തന്നെ വാവിട്ട് നിലവിളിച്ച് അവൻ ഓടുമെന്നാണ്. അവൻ വാവിട്ട് നിലവിളിച്ചോടും. അല്ലാഹുവിനോട് വീണ്ടും ചോദിക്കും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീന കുന്നാ നഅമൽ. റബ്ബേ എനിക്ക് ഒരു ചാൻസ്, ഒന്നെന്നെ ഭൂമിയിലേക്ക് മടക്കി അയക്കൂ, ഞാൻ നിന്റെ അടിമയായി നീ പറയുന്നത് പോലെ ജീവിച്ചോളാം എന്ന് ഈ മനുഷ്യൻ പറയും. അപ്പൊ അല്ലാഹ് ചോദിക്കുന്ന ഒരു വർത്തമാനം ഒരു പരിഹാസ രൂപത്തിലാണ് ചോദിക്കുന്നത്. അവലം നുഅമ്മിറുകും, നിനക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ? എനിക്ക് ഞാൻ എത്ര വയസ്സ് ആയുസ് നൽകി അല്ലെ? 10, 20, 25, 30, 40, 60, 80 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ? നമ്മൾ പറയാറുണ്ട് ഒരു 20, 25 അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ മരിക്കുന്നവരെ അകാലത്തിൽ മരണപ്പെട്ടു. അള്ളാഹ് പറയുന്നത് ആ ആയുസ് മതി നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗ്ഗം നേടിയെടുക്കാൻ. നിനക്ക് അള്ളാഹു തന്ന ആ പീരീഡ് ഉണ്ടല്ലോ, ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് മതി നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ. അള്ളാഹു നിനക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ? നിന്റെ മുമ്പിൽ മുന്നറിയിപ്പുകാരൻ വന്നില്ലേ? നിനക്കിതുപോലെ മുന്നറിയിപ്പ് നൽകാൻ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് വന്നിരുന്നിട്ട് നീ എന്താണ് കേട്ടിരുന്നത്? നീ അവിടെ കിടന്നുറങ്ങിയിരുന്നോ? അതോ വേറെന്തെങ്കിലും ആലോചിച്ചാണോ നീ ആ ജുമയിൽ പങ്കെടുത്തിരുന്നത്? നിന്നെ മുമ്പിൽ താക്കേതും മുന്നറിയിപ്പുമായിട്ട് ആളുകൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? അള്ളാഹ് ചോദിക്കാണ്, നീ എവിടെയായിരുന്നു? കഴിഞ്ഞു, നിനക്കിനി ചാൻസ് ഇല്ല, പതോക്കോ, നീ പോയിക്കോ, ഇനി നിനക്ക് നരകമാണ് നിന്റെ സങ്കേതമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാരുണ്യവാനാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമുക്ക് നൽകിയ ചാൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറന്നിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ അവഗണിച്ച് തള്ളിയിട്ടുണ്ട് എങ്കിൽ, അതെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു പുറത്തു തരും. അത് നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ, നമ്മൾ മറന്നതും അവഗണിച്ചതുമായ എല്ലാ പാപങ്ങളെയും കഴുകി വൃത്തിയാക്കാൻ അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വെച്ച ഏറ്റവും വലിയ ബിഗ് ബില്യൺ ഡേയ്സ് ആണ് ഇനി വരാൻ പോകുന്ന പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നത്, മൻ സ്വമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും പരിശുദ്ധ റമളാനിൽ അവന്റെ ഈമാനോടുകൂടി, പൂർണ്ണമായ ഈമാനോടുകൂടി, ഈമാൻ മാത്രമല്ല അല്ലാഹുവേ ചെയ്തു പോയി, എന്റെ പാപങ്ങളെല്ലാം പുറത്തു തരണം, ഈ റമളാനിലൂടെ ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് മടങ്ങി വരാനുള്ള എന്റെ ശ്രമമാണ്, ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് വരും, അല്ലാഹു നീ എനിക്ക് അതിനുള്ള പ്രതിഫലം നൽകണമെന്ന ഉദ്ദേശത്തോടും നെയ്യത്തോടും കൂടി ഈ റമളാനെ നിങ്ങൾ വരവേറ്റാൽ, ഈ റമളാനെ നിങ്ങൾ സ്വീകരിച്ചാൽ, കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറന്നതും അവഗണിച്ചതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു കഴുകി വൃത്തിയാക്കി തരുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു സഹാബിക്ക് സംശയം, എല്ലാ പാപങ്ങളും ക്ലീൻ ആക്കി തരോ, എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയാക്കി തരോ? അള്ളാഹുന്റെ റസൂൽ അത് ഒരുപാടുണ്ടെങ്കിലോ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ കടല് കണ്ടിട്ടില്ലേ? ആ കടലിൽ അടിക്കുന്ന തിരമാലകൾ കണ്ടിട്ടില്ലേ? ആ തിരമാലകൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന നുരയും പതയും കണ്ടിട്ടില്ലേ? ആ നുരയും പതയും നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധിക്കുമോ? ആ നുരയെയും പതയെയും നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? സ്വഹാബികൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലും സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്രയും പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹു നൽകിയ ഈ ഒരു ഓഫർ അതിനെ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ തീർച്ചയായും നഷ്ടകാരികളാണ്. അല്ലാമ മുതവല്ലി ശറാവി വിശദീകരിക്കുന്നത്, ഒരാള് റമളാനിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ആ റമളാനിലെ 30 നോമ്പും എടുത്തു, തറാവീഹ് നമസ്കരിച്ചു, ശവ്വാൽ അങ്ങടായി. പെരുന്നാൾ അങ്ങോട്ട് കഴിഞ്ഞതോടുകൂടി ആ മനുഷ്യൻ റമളാനിന് മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് അവന്റെ ജീവിതം. റമളാനിന് ശേഷവും അവന്റെ ജീവിതം റമളാനിന് മുമ്പുള്ളതുപോലെ ആയിരുന്നുവെങ്കിൽ അവന്റെ റമളാൻ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, അവന്റെ റമളാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് അല്ലാമ മുതവല്ലി ശറാവി അതിനെ വിശദീകരിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, കഴിഞ്ഞ റമളാനില് ഞാൻ എന്തായിരുന്നു? കഴിഞ്ഞ റമളാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ റമളാനെ ഞാൻ ഉപയോഗപ്പെടുത്തിയോ? ഇനിയിപ്പോ അടുത്ത റമളാൻ ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളോ ആയിട്ട് റമളാനിൽ എന്തിലേക്ക് എടുത്തും ആ റമളാനെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്? അത് മാത്രമല്ല, ആ റമളാൻ കഴിഞ്ഞിട്ടും എന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കാൻ പോകുന്നത്? ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അള്ളാഹു നൽകിയ ഈ ഒരു ഓഫർ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ നഷ്ടകാരികളാണ്. അള്ളാഹുവിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ പറയും, അള്ളാഹുവെ ചാൻസ് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയും, നിനക്ക് ഇത്രയും നല്ലൊരു ഓഫർ നൽകിയിട്ട് നീ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ, ഇത്രയും നല്ലൊരു ഓഫർ നൽകിയിട്ട് നീ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഒരു കവി പാടുന്നുണ്ട്, നീ നിന്റെ ശരീരം നന്നാക്കാൻ എത്രത്തോളം പ്രയത്നിക്കണത് അല്ലെ? രാവിലെ എഴുന്നേറ്റ് ഓടാനും ജിമ്മിനൊക്കെ നമ്മൾ പോകാൻ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടി നീ എത്രത്തോളമാണ് പണിയെടുക്കുന്നത്. പക്ഷെ നീ നിന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ നഫ്സിനെ നീ ശരിയാക്കാൻ എന്താണ് പണിയെടുക്കുന്നത്? അള്ളാഹു നോക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു നാളെ വിചാരണക്കെടുക്കുന്നത് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്, നമ്മുടെ നഫ്സിനെ കുറിച്ചാണ്. അപ്പൊ ആ നഫ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഈ ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഈ റമളാനിൽ നമ്മുടെ കൂടെ ഇല്ല. അടുത്ത റമളാനിൽ നമ്മൾ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പില്ല. അടുത്ത റമളാൻ പോയിട്ട് ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് യാതൊരു ഉറപ്പില്ല. അള്ളാഹു നൽകിയ ഈ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ തീർച്ചയായും നമ്മൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനെയും എല്ലാ കർമ്മങ്ങളെയും പൂർണ്ണമായും ചെയ്യാനും പ്രയോജനപ്പെടുത്താനും കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഅബൂദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു റഹീമുൽ മഹ്മൂദ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅഷ്റഫുൽ മൗലൂദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച്
തഖ്വയിലധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ സാധാരണ റമളാനിലേക്ക് കടക്കുമ്പോൾ റമളാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കാം, എന്ത് തയ്യാറെടുപ്പാണ് ഈ റമളാന് വേണ്ടിയിട്ട് ഞാൻ നടത്തിയിട്ടുള്ളത് എന്ന്. അത് മാത്രമല്ല, റമളാനായി കഴിഞ്ഞാൽ നമ്മളൊരു മദ്രസകളിലൊക്കെ പഠിക്കുന്ന ഒരു പാഠം, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. സാധാരണ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലും മനഃപൂർവ്വം കഴിക്കുക, അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ പറയാറുള്ളത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഹ്യയില് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എണ്ണിയപ്പോൾ അദ്ദേഹം ഇതൊന്നല്ല ആദ്യം എണ്ണിയത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എണ്ണിയപ്പോൾ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒന്നാമതായി പറഞ്ഞത് അൽ കദിബ്. ഒരുവൻ നോമ്പെടുത്തിട്ട് നുണ പറഞ്ഞാല് അവന്റെ നോമ്പ് മുറിഞ്ഞു. രണ്ടാമത് പറഞ്ഞത് നമീമത്ത്, ഒരുത്താൻ പരദൂഷണം പറഞ്ഞിടക്കാണ്, അവന്റെ നോമ്പില്ല. വൽ ഐബത്ത്, ഒരാളെ ഈശ്മയും പറഞ്ഞു നടക്കുകയാണ്. വൽ ഖിയാനത്ത്, അവൻ നടത്തുന്ന കച്ചവടത്തിൽ അവൻ വഞ്ചന നടത്തുകയാണ്, അവന്റെ ഇടപാടുകളിൽ വഞ്ചന നടത്തുകയാണ്, അവന് നോമ്പില്ല. എന്ന് പറയുന്നത്, ഒരാള് നോമ്പെടുക്കുമ്പോൾ ആ നോമ്പ് അവന്റെ വയറിന് മാത്രമല്ല, അവന്റെ മനസ്സിനും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പായിരിക്കണം. അവന്റെ കണ്ണിന് നോമ്പായിരിക്കണം, അവന്റെ നാവിന് നോമ്പായിരിക്കണം, അവന്റെ ചെവിക്ക് നോമ്പായിരിക്കണം, അവന്റെ കൈക്കും കാലിനും എല്ലാ മനുഷ്യ ശരീരത്തിനും മുഴുവനും നോമ്പായിരിക്കണം. അതല്ലാതെ എടുക്കുന്ന നോമ്പുകളെല്ലാം വെറുതെയാണ് എന്നാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഹ്യയിൽ വിശദീകരിക്കുന്നത്. അല്ലെ, നമ്മള് നോമ്പെടുക്കുമ്പോൾ കേവലം വയറിന് പട്ടിണി ഇടുക എന്നതിലപ്പുറം പരിശുദ്ധ റമളാൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ആ തഖ്വ എന്ന ക്വാളിറ്റി നമുക്ക് ആർജിക്കാൻ, തഖ്വ എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. എങ്കിലേ റമളാൻ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും. റമളാൻ പ്രയോജനപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന എല്ലാ വീഴ്ചകളെയും പുറത്ത് അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാം പ്രയാസപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. اللهم اغفر لنا شرف الخلفاء الراشدين المهديين وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار. إنها الدار بئس المثوى. طيب ثراهم واجعل الجنة مأواهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.